എന്താ പേര്? ബിജോയുടെ വീട് എവിടെയാ? ഇളന്തിക്കര. ബിജോയുടെ ഏത് ഷോൾഡറാണ് ഊരി പോന്നെ? 2 ഷോൾഡർ. ഈ 2 ഷോൾഡർ ഊരും എത്ര വർഷമായി? ഈ ഷോൾഡറാണ് കൂടുതലായിട്ട് ഊരുക. അത് ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ട്. ഇതാകെ 2 പ്രാവശ്യം വന്നിട്ടുള്ളൂ. ഈ ഷോൾഡർ 2 പ്രാവശ്യം ഊരിപ്പോയിട്ടുണ്ട്. ഈ ഷോൾഡർ മിക്കവാറും ഊരിപ്പോവും ആണല്ലേ? മിക്ക സമയം ഊരിപ്പോവും. സമയം എന്ന് വെച്ചാൽ ഒരു ആഴ്ചയിലോ അല്ലെങ്കിൽ പറയാൻ പറ്റില്ല, ഏതെങ്കിലും പൊസിഷനിലേക്ക് കൈമാറുമ്പോൾ പൊസിഷനിൽ കൈ മാറുമ്പോൾ ഊരിപ്പോവും. കർത്താവ് സൗഖ്യം തരുന്ന വിശ്വാസമുണ്ടോ? വിശ്വാസമുണ്ട്. ബിജോയ്ക്ക് വിശ്വാസമുണ്ട്. കർത്താവ് സൗഖ്യം കൊടുക്കുന്നു. ഹല്ലേലൂയ. കർത്താവ് സൗഖ്യം കൊടുക്കുമോ? ഉറപ്പല്ലേ കർത്താവ് സൗഖ്യം കൊടുക്കും. ഹല്ലേലൂയ. ഇത് ഞാൻ ഉപയോഗിക്കുന്ന തുവാലയാണ്. ഹല്ലേലൂയ. ഇന്ന് തുവാല പിടിക്കാമോ? ഈ തുവാല ഈ ഷോൾഡറിൽ നിന്ന് വെച്ച് ഇച്ചിരി നേരം അവിടെ വെച്ചു. കുറച്ചു നേരം ഇവിടെ വെച്ചിട്ട് ഈ തുവാല എടുത്ത് ഇവിടെ വെക്കണം കേട്ടോ. ഹല്ലേലൂയ. പൗലോസ് അപ്പസ്തോലന്റെ അംഗവസ്ത്രങ്ങളും തുവാലകളും രോഗികളുടെ അടുക്കൽ കൊണ്ടുവന്നു. രോഗികളെ സൗഖ്യം പ്രാപിച്ചു. അശുദ്ധാത്മാക്കൾ വിട്ടുപോയി. അപ്പസ്തോല പ്രവർത്തനം 19-ാം അധ്യായത്തിന്റെ 12-ഉം 13-ഉം വചനം പറയുന്നു. പൗലോസ് അപ്പസ്തോലന്റെ തുവാലകളും അംഗവസ്ത്രങ്ങളും രോഗികളുടെ അടുക്കൽ കൊണ്ടുവന്നു. അത്ഭുതം നടക്കുക. ആ തുവാല തൊട്ടപ്പോൾ രോഗശാന്തി. ആ തുവാല സ്പർശിച്ചപ്പോൾ അവരിലുണ്ടായിരുന്ന അശുദ്ധാത്മാക്കൾ അലറിക്കൊണ്ട് വിട്ടുപോയി. ഹല്ലേലൂയ. യേശുവിന്റെ വസ്ത്ര വിളിമ്പിൽ തൊട്ടു ശക്തി പുറപ്പെട്ടു. രക്തസാപക്കാരി അവനിൽ നിന്ന് ശക്തി പുറപ്പെട്ടു. ലൂക്ക 6:19. അവനിൽ നിന്ന് ശക്തി പുറപ്പെട്ടു. രോഗികൾ സൗഖ്യം പ്രാപിച്ചു. ഹല്ലേലൂയ. അപ്പുറത്തുള്ള വെച്ചു. അപ്പസ്തോല പ്രവർത്തനം 5-ാം അധ്യായത്തില് നാം വായിക്കുന്നു, പത്രോസ് അപ്പസ്തോലന്റെ നിഴൽ അടിച്ചപ്പോൾ രോഗികൾ സൗഖ്യം പ്രാപിച്ചു. തെരുവില് രോഗികളെ കൊണ്ട് കിടത്തിയ പത്രോസ് നടന്നു പോകുമ്പോൾ പത്രോസിന്റെ നിഴലടിച്ചു. രോഗികൾ സൗഖ്യം പ്രാപിച്ചു. അശുദ്ധാത്മാവ് നിറഞ്ഞവരിന്ന് അശുദ്ധാത്മാക്കൾ വിട്ടുപോവുക. ഹല്ലേലൂയ. ഹല്ലേലൂയ. ലൂക്ക 5-ാം അധ്യായത്തിന്റെ 17-ാമത്തെ വചനം പറയുന്നു, രോഗികളെ സുഖപ്പെടുത്തുവാൻ കർത്താവിന്റെ ശക്തി അവനിൽ ഉണ്ടായിരുന്നു. യേശുവിന് അസാധ്യമായിട്ടൊന്നുമില്ല. അവൻ അത്ഭുതങ്ങളുടെ ദൈവമാണ്. ഹല്ലേലൂയ. യേശു ഇവിടെയുണ്ട്. അതുകൊണ്ട് ഇവിടെ അത്ഭുതങ്ങളും അടയാളങ്ങളും രോഗശാന്തികളും വലിയ ദൈവശക്തിയുടെ പ്രവർത്തനങ്ങളും നടക്കും. ഹല്ലേലൂയ. തുവാല നേരം. ഹല്ലേലൂയ. ഞാൻ ഈ മകൻ്റെ തുവാല കൊടുത്തു. ഈ തുവാല 2 ഷോൾഡറിലും വെച്ചു. ഇനി ആ കൈയൊക്കെ കറക്കിക്കോ. ഊരിപ്പോകത്തില്ല കേട്ടോ. ധൈര്യമായിട്ട് കറക്കിക്കോ. ഊരിപ്പോകത്തില്ല. കൈയടിച്ചു നന്ദി പറ. ഞാൻ ഈ കൈ ഇങ്ങനെ കറക്കാറില്ല. കറക്കാൻ പറ്റില്ല. ഇങ്ങനെ കൈ കറക്കിയാൽ അന്നേരം ഊരിപ്പോവും. കറക്കിക്കോ. കർത്താവേ, നിന്റെ കരുണയ്ക്ക് നന്ദി. ഈ മകനെ സൗഖ്യപ്പെടുത്തിയത് യേശുവ. ഇത് ദൈവത്തിന്റെ കരുണയാ. കരമടിച്ചു കർത്താവിനെ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. യേശുവിന്റെ സ്നേഹമാ. ഹല്ലേലൂയ. എത്ര വർഷമായിട്ട് ഊരുന്ന ഈ ഷോൾഡറൊക്കെ? വളരെ ചെറുപ്പത്തിൽ ഊരുന്ന. കല്യാണം കഴിച്ചാണോ? എത്ര മക്കളാ? 3 പെൺകുട്ടികൾ. ഹല്ലേലൂയ. ഞാൻ ഈ തുവാല കൊടുത്തതേ ഉള്ളൂ. ഈ തുവാല ഈ മകൻ ഷോൾഡറെ വെച്ചു. അല്ലേ? ആരാ അത്ഭുതം ചെയ്തത്? യേശു. ഹല്ലേലൂയ. യേശു ഇവിടെയുണ്ട്. സന്തോഷമായില്ലേ? ഈശോയുടെ സാക്ഷിയായിരിക്കും കേട്ടോ. ആട്ടെ.